بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلى علينا وعلى ذوينا وأحبابنا وأعواننا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين. ഇനി രണ്ടാമത്തെ ഷർത്ത്, അതായത് ജുമാ സഹിയാകാനുള്ള ഒരു ഷർത്ത് പറഞ്ഞല്ലോ. ഇനി അസാനി രണ്ടാമത്തെ ഷർത്ത് അന്തുഖാമ ഫി ഖിത്തത്തി അബിനിയത്തി ഔത്താനിൽ മുജമ്മിഈൻ. മുജമ്മിഈ എന്ന് പറഞ്ഞാൽ ജുമാ നിസ്കരിക്കുന്ന ആള്, അവരുടെ നിസ്കരിക്കുന്നവരുടെ വത്തനുകൾ, പിന്നെ അവരുടെ ഔത്താൻ, അവരുടെ നാട് എന്ന് പറയാം, കറിയായാലും വലുതായാലും ഒക്കെ അവരെ നാട്ടിലെ കെട്ടിടങ്ങൾ, അഭിനയത്ത് കെട്ടിടങ്ങളുടെ ഇടയിൽ, കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്തായിരിക്കുക ആ ജുമാ നടത്തുന്നത്. ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ എണ്ണപ്പെടുന്ന സ്ഥലം എന്നാണ്, ശേഷം പറയും. അതപ്പോൾ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ഥലത്തായിരിക്കുക. അപ്പോൾ അതൊന്നും അല്ലാതെ പുറത്തെവിടെയെങ്കിലും ഒരു മൈതാനത്ത് കൊണ്ടുപോയിട്ട് നടത്തിയാൽ ജുമാ നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നർത്ഥം. അത്താബീറു ബിൽ ബിനാഇ വബിൽ ജമ്മി ലിൽ ഗാലിബി. അഭിനയത്ത് എന്ന് പറഞ്ഞാൽ ബിനാ കെട്ടിടം എന്ന് പറഞ്ഞു, പിന്നെ അത് ബഹുവചനാക്കിയിട്ട് അഭിനയത്ത് എന്നും പറഞ്ഞു. ഇത് ഗാലിബിന് പറഞ്ഞാൽ കാരണം എന്താ, ഇത് നഹ്വുൽ ഗീറാനി വസ്സറാദീബി ഫി നഹ്വിൽ ജബലി കദാലിക. കെട്ടിടങ്ങളെ പോലെ തന്നെയാണ് എന്ത്, ഈ പർവ്വതം പോലത്തതില് സറാദീബും ഗീറാനും എന്നാണ്. ഗീറാൻ എന്ന് പറഞ്ഞാൽ ഗാറിന്റെ ജമ്മിനാണ് ഗീറാൻ എന്ന് പറയാം. അപ്പൊ ഗുഹകള്. സറാദീബ് എന്ന് പറഞ്ഞാല് പിന്നെ ഭൂമിക്ക് അടിയിൽ തയ്യാറാക്കുന്ന, സൈഫ് സമയത്തേക്ക് വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് വീടുകളുണ്ടാവും. അപ്പൊ അതിന് ബിനാ എന്ന് അറിയില്ലല്ലോ. ബിനാ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് ഉണ്ടാക്കുന്നതിനല്ലേ പറയാം. അപ്പൊ ഇങ്ങനെ എന്താണ്, ഒരു പ്രദേശത്ത് ഒന്നായിട്ട് സറാദീബുകളാണ്, അതിൽ ജനങ്ങൾ താമസമുണ്ട്, ഭൂമിക്കടിയിലേക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ജുമാ 40 ആളിന്റെ ജുമാ നിസ്കരിക്കണമല്ലോ. അപ്പൊ അവിടെ ബിനായിന്റെ ഇടയിലല്ല, സറാദീബിന്റെ ഇടയിലാണ്, അല്ലെങ്കിൽ മലയിലാണ്. അവിടെ ഗുഹകൾ തുറന്നിട്ട് വീടുകൾ ഉണ്ടാക്കിയതാ, താമസ സൗകര്യം ആക്കിയതാ. 40 ആളുണ്ട്, അപ്പൊ ജുമാ നിസ്കരിക്കണം അങ്ങനെ. അപ്പൊ അതവരവിടെ തവത്തുനാണെന്ന് അർത്ഥം. ഈ പറയുന്ന ഇറാനിലും സറാദീബിലും ഒക്കെ സ്ഥിരതാമസമായിട്ട് താമസിക്കുകയാണ്. അപ്പൊ പർവ്വതം പോലത്തതിൽ ഇങ്ങനത്തതൊക്കെ കദാലിക്ക ആ ബിനാവ് പോലെയാണ്. പിന്നെ വൽ ബിനാ ഉൽ വാഹിദു, ഒരു ബിനാവ് മതി, കമാഹു ലാഹിറുന, അഭിനയത്തിന്റെ ആകണമെന്നില്ല. കുറച്ച് അങ്ങോട്ട് മാറിയിട്ട്, ഇവിടെയാണ് കൂട്ടത്തോടെ വീടുള്ളത്, കുറച്ച് അപ്പുറത്തുണ്ട് ഒരു വീടുണ്ട്, അതിന്റെ പരിസരങ്ങളിലേക്ക് മറ്റു വീടുകൾ നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ ഒരു കെട്ടിടമുണ്ട്, അവിടെ ഒരു വീടുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പുറത്തായാൽ മതി. പിന്നെ ഔത്താനിൽ മുജമ്മിഈൻ അൽ മുജ്തമിഅത്തി, ഒരുമിച്ചുകൂടിയ വത്തനുകൾ അല്ലെങ്കിൽ ഒരുമിച്ചുകൂടിയ ബിനാകൾ. അഭിനയത്തിനോ ഔത്താനോ എന്തിനു സിഫത്താകാം. ബിഹൈസു തുസമ്മ, അപ്പൊ ജുമാ നടത്തുന്നവരുടെ നാടുകളുടെ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്തായിരിക്കാന്നാ. അപ്പൊ ആ കെട്ടിടങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്, അതുകൊണ്ട് ബിഹൈസു തുസമ്മ ബലദൻ. അപ്പൊ ആ പിന്നെ ഒരുമിച്ച് കൂടിയ ബിനായിന് രണ്ടിന് സിഫത്താകാന്ന് പറഞ്ഞു. പക്ഷെ ഔത്താൻ എന്നുള്ളതിനാ ബിഹൈസു തുസമ്മ ബലദൻ എന്ന് പറഞ്ഞതിന് മനസ്സിലാകുന്നത്
ഈ മുജിത്തമിയത്ത് എന്നുള്ളത് ഔത്താന്റെ സിഫത്താണെന്നാ. അപ്പൊ ആ ജുമ നടത്തുന്നവരുടെ നാടുകൾ അത് ഒരുമിച്ച് കൂടിയതാണ്. പിന്നെ അപ്പോഴാണ് അതിന് ബലദ് എന്ന് പറയുക. അവ കറിയത്തൻ വാഹിദത്തൻ, അല്ലെങ്കിൽ ഒരു കറിയ എന്നതിന് പേരുണ്ടാകുക. അപ്പൊ ബലദിൽ ഒന്നിലധികം കറിയ ഉണ്ടാകാം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞില്ല, അങ്ങനെ ലില്ലിത്തിബായി. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ജുമ നടക്കേണ്ടത് എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. ആ രണ്ടാമത്തെ ഷർത്തിന് ലില്ലിത്തിബായി. പിന്നെ വൽ മുറാദ് ബിൽ ഹിത്തത്തി, അവിടെ അന്തുഖാമ ഫി ഹിത്തത്തി എന്ന് പറഞ്ഞാൽ ഹിത്തത്തിന്റെ അർത്ഥം എന്താ? കമാഹു ലാഹിറും മിൻ കലാമിഹിം സറഹ ബിഹി ജമ്മു മുത്തഖദ്ദിമൂൻ, മുത്തഖദ്ദിമീങ്ങളായ ഒരു ജമ്മ് സരീഹാക്കിയതനുസരിച്ചും അസ്ഹാബിന്റെ കലാമെന്ന് ലാഹിറാകുന്നതനുസരിച്ചും അതിന്റെ മുറാദ് മഹല്ലും മഅദൂദും മിനൽ ബലദി അവിൽ ഖറിയത്തീന, ഖറിയയില് അല്ലെങ്കിൽ ബലദില് എന്താണ് എണ്ണപ്പെടുന്ന ഒരു സ്ഥലം, മഹല്ലും മഅദൂദുൻ. പിന്നെ ബിയല്ലം യജുസ്, ആ ഖറിയയില് അല്ലെങ്കിൽ ബലദിലായിട്ട് എണ്ണപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എണ്ണപ്പെടുക? ബിയല്ലം യജുസ്, ജായിസാകാതിരിക്കൽ കൊണ്ടില് മുരീദി സഫരി, യാത്ര ഉദ്ദേശിക്കുന്ന ആളിന് മിൻഹുമ, ആ സ്ഥലത്തുനിന്ന്. മിൻഹുമ എന്ന് ചില നുസ്ഖയിലുണ്ട്, ചില നുസ്ഖയിൽ മിൻഹാന്നുണ്ട്. മിൻഹ എന്നാവുമ്പോ ഹിത്തത്തിലേക്ക്, മിൻഹുമ എന്നാവുമ്പോ ഈ നാട്ടിൽ നിന്ന്, ഈ ബലദിൽ നിന്ന് അല്ലെങ്കിൽ കറിയയിൽ നിന്ന് യാത്ര ഉദ്ദേശിക്കുന്ന ആളിന് ജായിസാവൂല. എന്താൽ കസറു, കസറ് ജായിസാവൂല. ഫീഹി, എവിടെ? ഈ മഹല്ലില് വെച്ചുകൊണ്ട് കസറാക്കാൻ പറ്റൂല. അല്ലാതെ സൂറിന്റെ ഉള്ളിലാണല്ലേ, ഇമ്രാന്റെ ഉള്ളിലായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയെങ്കിലല്ലേ എന്താവുള്ളൂ, പുറത്തേക്ക് പോയെങ്കിലേ കസറാക്കല് ജായിസാവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ആ ഹിത്തത്ത് കൊണ്ട് ഉദ്ദേശം ഈ മഹല്ലും മഅദൂദ് എന്ന് പറഞ്ഞത്. മഫ്ത ജമാലുൽ ഇസ്ലാം ഇബ്നുൽ ബിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ ബിസ്രി എന്ന് പറഞ്ഞ ബി കെസിരിൽ ബായി, ബായിന് കെസറാണ്. നിസ്ബത്തൻ അല്ലെ നിസ്ബത്തുൻ ലി ബിസിരിൽ കത്താൻ, ബിസുറുൽ കത്താൻ തന്നെ സ്ഥലമുണ്ട്, അതിലെ എന്റെ ബിസിറിലേക്ക് നിസ്ബയാണത്. പിന്നെ ഫി മസ്ജിദിൻ, അപ്പൊ ജമാലുൽ ഇസ്ലാം എന്നവർ ഫത്വ കൊടുത്തു. എന്ത്? ഫി മസ്ജിദിൻ ഖരിബ മാ ഹവാലൈഹി, ഒരു പള്ളിയിൽ അവിടെ ജുമാ നടത്തിയാൽ മതിയോന്നുള്ളതാ. ഖരിബ മാ ഹവാലൈഹി, ആ പള്ളിയുടെ ചുറ്റുഭാഗമെല്ലാം ഖറാബായിട്ടുണ്ട്. അവിടെ എന്താണ്, കെട്ടിടം അടുപ്പൊന്നുമില്ല, ഒരു പള്ളി മാത്രമുണ്ട്. പരിസരം മൊത്തം എന്താണ്, മുമ്പ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എന്താ ഇടിഞ്ഞു മറിഞ്ഞെല്ലാം പോയി. ഇപ്പൊ അവിടെ ആരും താമസമില്ല. ബി ജവാസി ഇഖാമത്തി ഫീഹി, അങ്ങനത്തെ ആ പള്ളിയിൽ എന്താ ഫത്വ കൊടുത്തത്? ബി ജവാസി, ജായിസാണെന്ന് ഫത്വ കൊടുത്തു. ഇഖാമത്തി ജുമാ നടത്താം ഫീഹി, പള്ളിയിൽ. വൈൻ ബഅദൽ ബിനാഉ അൻഹു ഫറാസിഖ, എന്നിട്ട് പറഞ്ഞു ആ പള്ളിയെ തൊട്ട് ബിനാ ഫർസഖുകൾ ദൂരണ്ടെങ്കിലും ഇവിടെ പള്ളി എന്ത് നടത്താം. അത് പണ്ടുള്ളത് പരിഗണിച്ചിട്ട് നടത്താം. മുമ്പ് എന്താണ്, ഇവിടെ പരിസരത്തൊക്കെ ആളും ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ ഖറാബായതാ. കൂട്ടത്തോടെ വേറെ അങ്ങോട്ടോ മാറി താമസിച്ചാണ്. പുതിയ ടൗൺഷിപ്പൊക്കെ വരുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇങ്ങനെ ഫത്വ കൊടുത്തു. ഫീഹി നദറുൻ, ഈ ഫത്വയിൽ നദറുണ്ട്. വൽ വജ്ഹു മാ ദക്കർനാഹു മിനൽ ലാബിത്തി, ന്യായം എന്താണ്? ഞാൻ പറഞ്ഞ ലാബിത്താണ്, ഞാൻ പറഞ്ഞ ഒന്നാണ് ലാബിത്തിനാൽ എന്ന് പറഞ്ഞാൽ ആ ഹിത്തത്തായിരിക്കണം. പറഞ്ഞല്ലോ മഹല്ലും മഅദൂദും മിനൽ ബലദി അവിൽ ഖറിയത്തി ബിയല്ലം യജുസ് ലി മുരീദി സഫരി മിൻഹുൽ ഖസ്റു ബിഹി എന്ന് പറഞ്ഞാൽ ലാബിത്ത്. അതാണ് ന്യായം എന്ന് പറയാൻ കാരണം എന്താ? ലി തസ്രീഹി നസ്സിൽ ഉമ്മി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ എന്താണ് ഉമ്മു കിതാബില് നസ് സരീഹാക്കിയതിന് വേണ്ടി. കലാമിഹിമ എന്ന പോലെ ഷെയ്ഖിന്റെ കലാം, ഇമാം റാഫിഈ നവവി റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടാളുടെ കലാമും സരീഹാക്കിയതിന് വേണ്ടി. ബിഹി, എന്തുകൊണ്ട്? ലാബിത്ത് കൊണ്ട് സരീഹാക്കിയിട്ടുണ്ട്. അപ്പൊ അതിമ തന്നെ പോണം. ഫഇന്നഹുമാ ഖാല, ഷെയ്ഖാനി അവർ രണ്ടാളും പറഞ്ഞു, ഖാല അൽ മൗലിഉൽ ഖാരിജുല്ലദി, ഒരു സ്ഥലം എങ്ങനത്തേതാണ്? അത് പുറത്താണ്, നാടിന് പുറത്താണ്. ഇതെന്താഹ ഇലൈഹി മുൻഷിഉ സഫരി മിൻഹു, അപ്പോ ആ നാട്ടിലേക്ക് എത്തിയാൽ യാത്ര തുടങ്ങുന്ന ആള്, മിൻഹു ആ സ്ഥലത്ത് ആ മൗലിയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ആള്, കാനലഹുൽ ഖസ്റു, അയാൾക്ക് ഖസർ ജായിസാകും, അവിടുന്ന് വെച്ച് തന്നെ ഖസർ ജായിസാകും. അങ്ങനത്തെ എന്താണ് ഒരു സ്ഥലം. ലാ തജൂസു ഇഖാമത്തുൽ ജുമുഅത്തി ഫീഹി, അവിടെ ജുമുഅ നടത്തൽ സഹിയാവൂല, ഈ നാട്ടിന്റെ ജുമുഅ അവിടെ നടത്തിയാൽ സഹിയാവൂല എന്ന് ഷെയ്ഖാനി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പറയാ ലാക്കിൻ ഇന്തസറ ലിൽ അവ്വലി ജംഅൻ, ആ ഇബ്നുൽ ബിസ്രി റഹിമഹുല്ലാന്റെ ഫത്വ അതാണല്ലോ ആദ്യം പറഞ്ഞത്.
അതിന് ജമ്മു ഒരു കൂട്ടം ഉലമാ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്തു പറഞ്ഞിട്ടാ സഹായിച്ച ബിയന്ന ബഖാ അൽ മസ്ജിദി ആമിറൻ, പള്ളി നിലനിൽക്കുക എന്നുള്ളത് ആമിറായിട്ട്. അവിടെ പിന്നെ നിസ്കാരവും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പരിസരത്തുള്ള ആൾക്കാരൊക്കെ പിന്നെ പോയി അവിടുന്ന് ഒഴിഞ്ഞുപോയി, വീടും കാര്യങ്ങളും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞെല്ലാം പോയി എന്നതോടുകൂടെ പള്ളി അവിടെ ഉണ്ട്. അതവര് വന്ന് പരിപാലിക്കും. യുസയ്യിറു മാ ബൈനഹു വ ബൈനൽ ആമിരി. അപ്പൊ ആ പള്ളിന്റെ ഇമാറത്ത് ബാക്കിയുണ്ട് എന്നുള്ളത് ആ പള്ളിയുടെ ഇടയിലും ബൈനൽ ആമിരി മിനൽ ഖറാബി, ആ പിന്നെ ആമിറായ നാട്, അതായത് കുറച്ചപ്പുറത്താണ് ജനങ്ങൾ താമസമുള്ളത്, കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ, അതിനുദ്ദേശിച്ച ആമിർ എന്ന് പറഞ്ഞ ഇമാറത്ത് നടക്കുന്ന ആ നാട്ടിലെ സ്ഥലവും ഈ പള്ളിന്റെയും ഇടയിലുള്ള ഒന്നിനെ ആക്കി. ഇടയിലുള്ള ഒന്നെന്താ? മിനൽ ഖറാബി, ഖറാബായ ആ സ്ഥലത്തിനെ ആക്കി. ഖറാബിൻ തഖല്ലൽ ഉംറാന, ഒരു നാട്ടിലെ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള ഖറാബായ സ്ഥലം. ഖറാബ് എന്ന് പറഞ്ഞാല് കെട്ടിടമില്ലാത്ത തരിശു സ്ഥലം, അതുപോലെ ആക്കി. ഒരു നാട്ടിന്റെ ഉള്ളില് 20 സെന്റ് സ്ഥലത്തൊരാളിന് വീടുണ്ട്, അപ്പുറത്ത് വേറെ ആളിനുള്ള 40 സെന്റ് സ്ഥലത്ത്, അതിന്റെ ഇടയിൽ കുറെ ഖറാബ് ഉണ്ടാവില്ലേ, വീട്ടിൽ കെട്ടിടമില്ലാത്ത സ്ഥലം ഉണ്ടാവും എന്ന പോലെയാണ്. ഓ മഅദൂദും മിനൽ ബലദി ഇത്തിഫാഖൻ, ഈ ഉംറാന്റെ ഇടയിൽ വരുന്ന ഖറാബ് നാട്ടിലതായിട്ട് പരിഗണിക്കുന്നതാണ്, അതിൽ ഖിലാഫില്ല. അപ്പൊ അതുപോലെയാണെന്ന് പറയുമ്പോ വഹുവ ലം യഖ്റുജ അൻ ദാലിക ലാബിത്തി, ഈ പറഞ്ഞ ഖറാബ് എന്താവൂല, നേരത്തെ പറഞ്ഞ ലാബിത്തിനെ തൊട്ട് ഖാരിജ് അല്ല. ആ ലാബിത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇബ്നുൽ ബിസ്രി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഫത്വ ശരിയാണ് എന്നാ ജമ്മു പറഞ്ഞത്. വയുറദ്ദു, എന്നാല് ആ പറഞ്ഞ ഇന്തിസാർ തള്ളപ്പെട്ടു, ഒരു സഹായിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ പറഞ്ഞതിന് തള്ളപ്പെടും. ബിമൻ അന്നൽ ഖാലിക്കൽ ഖറാബക്ക ഹാദാ, ആ ഖറാബ് അതായത് മഅ്മൂർ ആമിറായ പള്ളിയുടെയും ആ നാട്ടിലെ ബിൽഡിങ്ങുകൾ ജനവാസമുള്ള സ്ഥലം അതിന്റെയും ഇടയിലുള്ള തരിശു സ്ഥലം ഈ പറഞ്ഞ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള തരിശു സ്ഥലം പോലെയാണ് എന്ന് പറഞ്ഞതിന് മൻ ചെയ്തുകൊണ്ട് മറുപടി പറയും, അത് നമ്മൾ സമ്മതിക്കൂല. അന്നെന്താലി എന്നൽ ഉംറാന, ആ കെട്ടിടങ്ങളിൽ ലായഹലു അൻ തഖല്ലുലി ഖറാബിൻ, അതിന്റെ ഇടയ്ക്ക് ഖറാബ് ഉണ്ടാകാതിരിക്കൂല. ഇടയില് ആ തഖല്ലുൽ ഖറാബിനെ തൊട്ട് ഒഴിവാകാറില്ല സാധാരണ. അപ്പൊ ഫക്തലത്തിൽ ലറൂറത്തു അദ്ദഹു മിൻഹു, അപ്പോ ലറൂറത്ത് തേടിയതാണ് എന്തിനാ? അദ്ദഹു മിൻഹു, ഈ ഖറാബിനെ നാട്ടിലായി പരിഗണിക്കാൻ. ബിഖിലാഫി ദാക്ക, നമ്മൾ പറഞ്ഞ പള്ളീന്റെ അവിടെ പറഞ്ഞ അതല്ല, അതിനെതിരായിട്ട് ഫഇന്ന ബുഅദഹു ലാസിയമൻ ഫാഹിഷ, കാരണം ആ പള്ളി ദൂരത്താകുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഫാഹിഷായ ദൂരം. ജഅലഹു അജ്നബിയ്യൻ അനിൽ ബലദി, അതിനെ നാട്ടിൽ നിന്ന് അജ്നബിയാക്കി. ഫലാ ലറൂറത്ത ബൽ വലാ ഹാജത്ത ഇലാ അദ്ദിഹി മിൻഹാ, അപ്പൊ നേരത്തെ പറഞ്ഞിടത്ത് ലറൂറത്തുണ്ട്, ഇവിടാണ് ലറൂറത്തില്ല. ബൽ വലാ ഹാജത്ത്, ആവശ്യമില്ല, അത്യാവശ്യമില്ല, ആവശ്യമില്ല എന്നർത്ഥം. എന്തിനില അദ്ദിഹി, ഈ പള്ളിയെ പരിഗണിക്കുക, മിൻഹ ആ നാട്ടിലതായി പരിഗണിക്കുക, അല്ലെങ്കിൽ ആ ഖറാബിനെ പരിഗണിക്കുക. അദ്ദിഹി എന്ന് പറഞ്ഞാല് ആ ഖറാബിനെ പരിഗണിക്കുക. അപ്പൊ ഫഇന്ന ബുഅദഹു ലാസിയമൻ അൽ ഫാഹിഷ എന്ന് പറഞ്ഞത് അതെ ആ പള്ളി തന്നെ. അപ്പൊ അതിനെ നാട്ടിലായി പരിഗണിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യമില്ല എന്നർത്ഥം. ഇനി അബ്നിയത്തു നഹ്വി സാഫി കൽ ഹജരി, അപ്പോ അബ്നിയത്ത് ബിനാ എന്നൊക്കെ പറയുമ്പോ കല്ലൊക്കെ വെച്ച് പടുത്തുണ്ടാക്കിയ കെട്ടിടം എന്നല്ലേ വരിക. അപ്പൊ ഈ കുടിലുകൾ, ചെറ്റക്കുടിലുകൾ ഉണ്ടല്ലോ ഓല കൊണ്ടുണ്ടാക്കിയ, അതോ അതിപ്പോ വീടുകളായി കൂട്ടുവോ? അതെ, അത് അങ്ങനെ തന്നെ. അബ്നിയത്തു നഹ്വി സാഫി, സാഫ് എന്ന് പറഞ്ഞാല് ഈത്തപ്പന മരത്തിന്റെ ഓലക്കാണല്ലോ പറയാ. അപ്പൊ ചെറ്റ കുത്തിയ വീടുകൾ, ഓലമേഞ്ഞ വീടുകൾ, അതും അതുപോലത്തോ. അപ്പോൾ ഷീറ്റടിച്ചതാണെങ്കിലും അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കുമല്ലോ. കൽ ഹജരി, അത് കല്ലുകൊണ്ടുണ്ടാക്കിയ വീട് പോലെ തന്നെ. പിന്നെ മസ്കനാകുക എന്നുള്ളതേ ഉള്ളൂ, എന്തുകൊണ്ട് എന്നുള്ളതില്ല. വഖത്ത് തൽസമുഹും ഇഖാമത്തുഹാ ബിഗൈരി അബ്നിയത്തിൻ, ചിലപ്പോ ബിനാഗ് തന്നെ ഇല്ലാതെ താമസം ഇഖാമത്ത് നിർബന്ധമാകും. വഖത്ത് തൽസമുഹും, ചിലപ്പോ ഒരു നാട്ടുകാർക്ക് ഇഖാമത്ത് നിർബന്ധമാകും ബിഗൈരി അബ്നിയത്തിന്, അഭിനയത്തില്ലാതെ തന്നെ നിർബന്ധം ഉണ്ടാവും. അതെങ്ങനെ? ബിയൻ ഹരിബത്ത്,
വീടെല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്ത് ഒന്നായിട്ട് എന്ത് ചെയ്തു, വീടെല്ലാം പൊളിഞ്ഞ് കാറ്റടിച്ചൊക്കെ അങ്ങനെ വലിയ ചുഴലിക്കാറ്റൊക്കെ അടിച്ചാൽ സംഭവിക്കുമല്ലോ. ഫഖാമൂലി ഇമാറത്തിഹ, അപ്പൊ അവര് പിന്നെ അവിടെ തന്നെ താമസിക്കുകയാണ്. എന്തിന്? ഈ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്താണ്, കെട്ടിടമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതിന്റെ ഇടയിൽ കൂടിയിട്ട് ആ നാട്ടിൽ പരിഗണിക്കുന്ന ഒരു സ്ഥലത്ത് മഹല്ലും മഹദൂദും മിനൽ ബലദി എന്നാണ് നമ്മള് ഹിത്തത്ത് തന്നെ. അങ്ങനത്തെ ഒരു സമയത്ത് സ്ഥലത്ത് ജുമസ്കരിക്കേണ്ടി വരും വെള്ളിയാഴ്ച ആയാല്. ബിഖിലാഫിൽ മുഖീമീന ലീൻഷായിഹ, അപ്പൊ അങ്ങനെ പൊളിഞ്ഞ സ്ഥലത്ത് എന്താണ്, ചിലപ്പോൾ പള്ളി ബാക്കി ഉണ്ടാവും, ആ പള്ളിയിൽ തന്നെ നിസ്കരിക്കാം, ഇല്ലെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലത്ത് നിസ്കരിക്കണം. ബിഖിലാഫിൽ മുഖീമീന ലീൻഷായിഹ, ആർക്കെതിരായിട്ട്? ഒരു സ്ഥലത്ത് താമസിക്കുന്നു, ലീൻഷായിഹ പിന്നെ ആ ബിനാവ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു കൂട്ടർ വന്ന് ആ ഒരു സ്ഥലത്ത് വെള്ളമൊക്കെ ലഭ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഒരു പിന്നെ എന്താണ് നഗരം ഉണ്ടാക്കണം, വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പല മദീനയും എന്താണ് തുടക്കം അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യം എന്താണ് ഇവരെല്ലാം കൂടി നമുക്ക് ഇവിടെ താമസിക്കാം എന്ന് തീരുമാനിച്ച് വീടുണ്ടാക്കാനായിട്ട് നിൽക്കുക. വീടായിട്ടില്ല. അപ്പൊ അത് പറ്റൂല. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിനാണ് ഇൻഷാഇഹ എന്ന് പറയുന്നത്. മറ്റേ ഇമാറത്ത് വീടുള്ളത് പൊളിഞ്ഞതാണ്. അമലം ബിൽ അസ്ലി ഫീഹിമ, രണ്ടിലും അസ്ലുവെള്ളം നോക്കിയിട്ട്. ഇൻഷായിന്റെ അവിടെ മുമ്പ് എന്താണ് ബിനാ ഇല്ല, വലുതും കറിയയും ആകാൻ പോകുന്നതേ ഉള്ളൂ, ഇപ്പൊ ആയിട്ടില്ല. മറ്റോടത്തോ ഉണ്ടായിരുന്നു. അതാണ് കാല ഇബ്നുൽ ജയിൽ റഹിമഹുല്ലാ പറഞ്ഞു, വലവ് തഅദ്ദദത് മവാലിയു മുതഖാരിബ, പിന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങള് പിന്നെ അതായത് കുറെ സ്ഥലങ്ങളുണ്ട് എന്നർത്ഥം. അപ്പൊ തമയ്യസ കുല്ലും ബിസ്മിൻ, ഓരോ സ്ഥലത്തിനും പ്രത്യേക പേരുണ്ട്. അതായത് ഒരു നാട്ടിൽ ഒരു പിന്നെ ബലദില് അല്ലെങ്കിൽ ഒരു കറിയയില് വ്യത്യസ്ത പേരുകളുള്ള വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട് എന്നർത്ഥം. ഫലി കുല്ലിൻ ഹുക്കുമുഹു, അപ്പൊ ആ പേരുകൊണ്ട് വ്യത്യസ്തമാകുന്ന ഓരോ സ്ഥലത്തിനും ഓരോന്നിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ മൊത്തം മുസ്തഖില്ലായ ഹുക്കുമാണ് ഇന്ദഹ എന്ന് അവര് പറഞ്ഞു. അപ്പൊ എന്താവും? അപ്പൊ വേറെ വിമാനത്താണെന്നല്ലേ വരിക. ഇന്നമായ തജിഹു, ആ പറഞ്ഞ ന്യായമാകും. ഇന്നുദ്ദ കുല്ലുൻ മഴതാലിക്ക, മഴതാലിക്ക എന്നാണ് അവിടെ ഉള്ളത്. സഹീഹ് അങ്ങനെ ഈ പറഞ്ഞ ഓരോന്നും എണ്ണപ്പെട്ടാൽ മഴതാലിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഇസ്മു കൊണ്ട് വ്യത്യാസമാകുന്നതോടുകൂടെ ഇതെല്ലാം ഓരോന്നും കറിയത്തം മുസ്തഖില്ലത്തൻ ഉറുഫൻ, ഒരു മുസ്തഖില് കറിയായിട്ട് ഉറുഫിൽ എണ്ണുമെങ്കിൽ ഓരോന്നിനും ഓരോന്നിന്റെ ഹുക്കുമുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും ജുമാ നടത്തണം എന്നവര്. ഇല്ലെങ്കിൽ വേണ്ട, വെറും പേരുള്ളത് കൊണ്ട് മാത്രമാവൂല. ഇനി ഖളിയത്തു ഖൗലിഹി ഹുന ഫീ ഖിത്തത്തിൻ, ഇവിടെ ഖിത്തത്തിലാകണമെന്ന് മുസന്നിഫ് പറഞ്ഞതിന്റെ ഖളിയും ഫീമായത്തി ശേഷം വരുന്നിടത്ത് മുസന്നിഫിന്റെ ഖൗല് എന്താണ്? ബി 40, 40 ആളെ കൊണ്ട് ജുമാ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് രണ്ടിന്റെയും എന്താണ് ഖളിയ? അന്ന ഷർത്ത സിഹത്തി ജുമാ, സഹീഹാകാനുള്ള ഷർത്ത് കൗനുൽ 40 ഫിൽ ഖിത്തത്തി, 40 ആൾക്കാർ എവിടെ വേണം? നാട്ടിൽ എണ്ണപ്പെടുന്ന ഒരു സ്ഥലത്ത് വേണം എന്നാ. അന്നഹു ലാ യദുറു ഖുറൂജു മൻ അദാഹു മൻഹാ, അപ്പോ 40 പുറത്ത് ഒരു 500 ആള് നിസ്കരിക്കുകയാണ്. അപ്പൊ അതിൽ 40 ആള് ഇതുപോലെ മഹല്ലിൽ എണ്ണപ്പെടുന്ന സ്ഥലത്തുള്ളത്, ബാക്കിയുള്ളത് പുറത്തേക്കാ നിൽക്കുന്നത്. എന്നാലോ അത് കുഴപ്പമില്ല. അന്നഹ ലാ യദുറു ഖുറൂജു മൻ അദാഹും, 40 അധികമുള്ളവർ എന്താണ് ഖാരിജാകുക, എന്തിനെ തൊട്ട്? അൻഹ, ആ ഹിത്തത്തിനെ തൊട്ട് പുറത്തേക്ക് നിൽക്കുക എന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുമാണ് ഇതിന്റെ കളിയ. ഫയസിഹു, അപ്പൊ സഹിയാവും റബ്തു സലാത്തിഹിം അൽ ജുമാഅത്ത, അല്ലെ അൽ ജുമാഅത്ത. അപ്പൊ ഇവര് നിസ്കരിക്കുക, പുറത്തുള്ളവര് അവരുടെ നിസ്കാരത്തിന് അവരെന്ത് നിസ്കരിക്കുക? സലാത്തിഹിം അൽ ജുമാഅത്ത, സലാത്ത് എന്ന് പറഞ്ഞ മസ്തറായിട്ട് അതിന്റെ മഫൂലാണ് അൽ ജുമാ നിസ്കരിക്കുന്നതിനെ റബുത്താക്കുക. ബിസലാത്തി ഇമാമിഹ, അവരുടെ ഇമാമിഹ എന്ന് പറഞ്ഞാൽ ഹിത്തത്തിലുള്ള ഇമാമിന്റെ നിസ്കാരവുമായി ബന്ധിക്കാം. ബിഷർത്തിഹി, പിന്നെ ആ റബുത്തിന്റെ ഷർത്തോടുകൂടെ റബുത്ത് ചെയ്യാം എന്ന് സഹിയാകും. വഹു മുത്തജിഹുൻ, ഇതാണ് കളിയാന്ന് പറഞ്ഞിട്ട് അത് മുത്തജിഹാണ് എന്ന് പറഞ്ഞു. പിന്നെ ആ റബത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞ മുമ്പ് ജമാഅത്തിന്റെ ഷർത്ത് പറഞ്ഞപ്പോ പറഞ്ഞ 300 വഴത്തിലധികം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇനി കലാമോ ബി ഷുറൂത്തിൽ ഖുദുവത്തിൽ മക്കാനിയത്തി യഖ്തലീഹി ഐലൻ,
കലാമുഹും അയിമത്തിന്റെ കലാമ് അസ്ഹാബിന്റെ അവിടെ ഈ ഷുറൂത്തിൽ കുതുവത്തിന്റെ ഷർത്ത് വിശദീകരിക്കുന്നുണ്ട്. മക്കാനീയായ ഷർത്ത് യക്തലീഹി ആ കലാമും ഈ പറഞ്ഞതിനെ തേടുന്നുണ്ട് അയിലൻ. അപ്പൊ അങ്ങനെ 40 പുറത്തുള്ള അധികമുള്ള ആൾക്കാർ പുറത്തോട്ട് നിന്നുകൊണ്ട് കുഴപ്പമില്ല. ഫലൈഹി അപ്പൊ അങ്ങനെ ഇതിന്റെ മേലെടുത്താൽ ലവിക്തത തുടർന്നാല് അഹ്ലു ബലദിൻ ഒരു നാട്ടുകാര് അവര് സെമിഉ അവര് കേൾക്കുന്നവരാ. ഈ നാട്ടിലെ ബാങ്ക് കേൾക്കുന്നവരാണ്. അപ്പൊ ഈ നാട്ടിലെ ജുമാ നടക്കുക. ഇവിടുത്തെ ബാങ്ക് കേൾക്കുന്ന മറ്റൊരു നാട്ടുകാരെന്താക്കി തുടർന്ന് നിസ്കരിക്കുക. വഹുംബി ബലദിഹിം അവര് ആ അഹ്ലു ബലദ് അവരുടെ നാട്ടിലാണ്. ആരോടാ തുടരുന്ന ബി ഇമാമിൽ ജുമാഅത്തി ഫി ബലദിഹി ജുമാന്റെ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു. ആ ഇമാം എവിടെയുള്ളത്? ഇവരുടെ നാട്ടിലല്ല. ഫി ബലദിഹി ഇമാമിന്റെ നാട്ടിലുള്ളത്. ഞാൻ ജുമാ അടക്കുന്ന നാട്ടിലാന്നുള്ളത്. അപ്പൊ തവഫറത്ത് ഷുറൂത്തുൽ ഇഖ്തിദായി തുടർച്ചയുടെ ഷർത്തുകൾ ലഭ്യമാവുകയും ചെയ്തു, ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ജായിസാണ്. സുമ്മറ അയ്ത്തുൽ അദ്റാഇയ വസർകശിയ പിന്നെ ഇമാം അദ്റാഇ സർകശി റഹിമഹുമല്ലാഹ് ഇവർ രണ്ടാളും പറയുന്നത് പിന്നെ ഞാൻ കണ്ടു എന്നാ. എന്താ കണ്ടത്? അവരെന്താ പറഞ്ഞത്? അത്ലഖ അവർ രണ്ടും ഇത്ലാഖാക്കി. എന്താ ഇത്ലാഖാക്കിയത്? അന്നഹു ലാ യദുറു ഖുറൂജു സുഫൂഫിൽ മുത്തസിലത്തി സഫുകൾ ഖാരിജാകുന്നോണ്ട് കുഴപ്പമില്ല. എങ്ങനത്തെ സഫ്? അൽ മുത്തസിലത്തി ബിമം വിൽ അഭിനീയത്തി അഭിനീയത്തിലുള്ള ഒരാളോട് മുത്തസിലായ സഫ്. അപ്പൊ ഇവിടെ ജുമാന്റെ അവിടെ ബിനായിലുള്ള ആൾക്കാരോട് മുത്തസിലായ സഫ് ഖാരിജായി. എങ്ങോട്ട് ഖാരിജായി? ഇലാ മഹല്ലിൽ ഖസ്രി ഖസറിന്റെ മഹല്ലിലേക്ക് ഖാരിജായി. ഖസർ ജായിസാകുന്ന ഒരു സ്ഥലത്തേക്ക് സൂറിന്റെ പുറത്തേക്കാണുള്ളത്. അപ്പൊ അത് കുഴപ്പമില്ല എന്ന് അവര് ഇത്തിലാക്കാക്കിയതായി കണ്ടു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അന്യ കുൽത്തു അതും ഞാൻ കണ്ടു എന്നാ. സുമ്മറായത്തു അന്യ കുൽത്തു ഞാൻ പറഞ്ഞതായും കണ്ടു. അത് റായത്തുന്റെ മഫൂല് അദ്റാഇയ വസർകശിയ എന്ന് പറഞ്ഞില്ലേ, അത്ലക്ക അതിന്റെ മേലെ അത്തുഫാണ്. അപ്പൊ റായത്തു അന്യ കുൽത്തു ബി ശറഹിൽ ബാബി അഖിബഹു ഇവരായി ഷറഹുൽ ബാബില് ഇവര് പറഞ്ഞത് ഇമാം അദ്റാഇയും സർകശിയും പറഞ്ഞതിന് ശേഷം അതിന്റെ ശേഷം ഞാൻ പറഞ്ഞതായി ഞാൻ കണ്ടു. എന്ത്? വഹുവ മഖീസുൻ അത് ഖിയാസ് അങ്ങനെയാണ്. ലാക്കിന്നൽ ഔജഹ പക്ഷെ ആ പറഞ്ഞത് അതില് ന്യായം എന്താണ്? ഹംലുഹു അലാമാ ഹുന ആ ഇവർ രണ്ടാളും പറഞ്ഞതിന് ഇവിടെ ഉള്ള ഒന്നിന്റെ മേൽ ഹംല് ചെയ്യണം. അപ്പൊ എന്താ ചുരുക്കം പറഞ്ഞത്? ആ സഫ് പുറത്തേക്ക് പോകുന്നോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഖസറിന്റെ മഹല്ലില് അല്ലാതെ നാട്ടിന്റെ ഉള്ളില് 40 ആള് വേണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നേരത്തെ അങ്ങനെ പറഞ്ഞത്. അത് പറയാത്തതിനെ കുറിച്ചാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അത്ലഖാന്ന് പറഞ്ഞത്. അവര് ഇത്ലാഖാക്കിന്ന് പറഞ്ഞാല് ഇവിടെ 40 ആൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഈ ഹിത്തത്തുൽ അബ്നിയത്തിലുള്ള അവരോട് ചേർന്ന സഫ് അങ്ങോട്ട് നീണ്ടുപോയിട്ട് ഖസറിന്റെ മഹലിൽ എത്തിയാലും കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഹിത്തത്തിൽ 40 ആൾ വേണമെന്ന് അതിലില്ല. അതാ ഇത്ലാഖ് എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഖിയാസ്. പക്ഷേ 40 ആൾ വേണം എന്നില്ല എന്നുള്ളതാണ് ഖിയാസ്. മഖീസ് അങ്ങനെയാണ്. പക്ഷെ ന്യായം അതല്ല. റാജിഹതല്ല. ഹംലുഹു അലാമാ ഹുന എന്ന് പറഞ്ഞാല് 40-ലധികമുള്ളവർ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല. 40 ആൾക്കാർ ഇവിടെ തന്നെ വേണം എന്നുള്ളതാണ്. അതിന്റെ മേൽ ഹംല് ചെയ്യണം ഇത്ലാഖിനേന്നാ. വത്തബഇയ്യത്തു ഇന്നമായുൻദറു ഇലൈഹ ഗാലിബൻ മിന സായിദി അലൽ 40. അതിന് തെളിവ് പറയാ. ന്യായം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് തബഇയ്യത്ത് അതായത് ഇപ്പൊ മഹല്ലുൽ ഖസറിലേക്ക് സഫ് എത്തുമ്പോ അവരുടെ നിസ്കാരം ശരിയാകണം എന്നുണ്ടെങ്കിൽ ഈ ഹിത്തത്തിൽ 40 ആൾ വേണമെന്ന് പറഞ്ഞല്ലോ. അതാണ്. അപ്പൊ അതിനോട് താപിയായിട്ട് ഇതിനോട് താപിയായിട്ട് അവരത് ശരിയാവുന്നാണല്ലോ പറയാ. അല്ല ഇവിടെ ഹിത്തത്തുൽ അഭിനയത്തില് 40 ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ജുമാ ശരിയാണ്. അതിനോട് താപിയായിട്ട് മഹല്ലിന് പുറത്തുള്ള ഖസർ ജായിസാകുന്ന ഒരു സ്ഥലത്തേക്ക് നീണ്ടവരുടെ നിസ്കാരവും ശരിയാണ്. അപ്പൊ ഇവിടെ തബഇയ്യത്ത് പരിഗണിച്ചാണ്. അപ്പൊ ഈ രീതിയിൽ തബഇയ്യത്ത് പരിഗണിക്കുക എന്നുള്ളത് വത്തബഇയ്യത്തു ഇന്നമായുൻദറു ഇലൈഹ അതിലേക്ക് നോക്കപ്പെടും വാലിബൻ
ഗാലിബിലും വിസായിദി അലൽ അർബഈന 40 അധികമുള്ളതിലാണ്. 40 കുറഞ്ഞവരില് അങ്ങനെ പരിഗണിക്കാറില്ല എന്നറിയും. അപ്പൊ ഒരു ഇഷ്കാല് അല്ല 40 കുറഞ്ഞെടുത്ത് പരിഗണിച്ചിട്ടുണ്ടല്ലോ എന്ന് അതാ പറയുന്നത്. വന്നക്കാജുമാഴത്തിൻ ജുമാ മുന്നക്കിതാകും. ആരിൽ നിന്ന് മിൻ ദൂനിയും 40 ആളിൽ കുറഞ്ഞവരിൽ നിന്ന് ജുമാ മുന്നക്കിതാകും. അപ്പൊ ഇതാ ബാന ഹദസുൽ ബാക്കീന, ബാക്കിയുള്ളവരുടെ ഹദസ് വെളിവായാൽ, ബാക്കിയുള്ളവരുടെ ഹദസ് അവർക്ക് അശുദ്ധി ഉണ്ടായിരുന്നു എന്ന് വെളിവാകുകയാണ്. അല്ലാതെ മുമ്പ് 2 മസല പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇമാമ അല്ലാത്ത ആളുടെ അശുദ്ധി വെളിവാകുന്ന ബാന എന്നതുകൊണ്ട് അവരുടെ ഒതു മുറി, ഇതാ അഹിദസ ഒതു മുറിയുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒതു മുറിയുന്നിടത്ത് ബാക്കിയുള്ളവരുടെ നിസ്കാരം ബാത്തിലാവെന്ന് പറഞ്ഞ് ഇമാമല്ലാത്ത ഒരാളുടെ ജുമാ അല്ല ഹദസ് ലാഹിറായാലോ ഇമാമിന്റെ നിസ്കാരം ശരിയാവുമെന്നും പറഞ്ഞു. അപ്പൊ ആ മസലന്റെ വാക്യായി പറയുന്നത് ഇന്നിക്കാ ജുമാഅത്തിൻ മിൻ ദൂനിഹിം 40 കുറഞ്ഞ ഇതാ ബാന ഹദസുൽ ബാക്കീന, ബാക്കിയുള്ളവരുടെ ഹദസ് ലാഹിറായാൽ വെളിവായാൽ തബാൻ ലിൽ ഇമാമി, ഇമാമിനോട് താബിയായും കൊണ്ട് പിന്നെ ജുമാ മുന്നക്കിതാകും, ഇമാമിന്റെ ശരിയാവും. അപ്പോ ഇമാം അല്ലാത്തവരതോ അത് ഇമാമിനോട് താബിയായും കൊണ്ട് ശരിയാകും എന്ന് പറഞ്ഞു. ആ ഇന്നക്കാതാകുന്ന ഖാരിജുൻ അനിൽ ഖിയാസ്, ഖിയാസിന് പുറത്താണ്. 40 ആളെ കൊണ്ടിട്ടാണ് അവരിലേക്കാണ് തബയ്യത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഖിയാസിനെതിരാണ്. അതിനും പുറമെ അലാന്ന സൂറത്തുൽ ജമാഅത്തുൽ മുറാഅത്തി സമ്മ, ജുമായില് പരിഗണിക്കപ്പെടുന്ന ജമാഅത്തിന്റെ സൂറത്ത് ലം യൂജദ് ഫിൽ ഖാരിജി. സമ്മ എന്ന് പറഞ്ഞാല് പിന്നെ ബാക്കിയുള്ളവരുടെ ഹദസ് ലാഹിറാകുന്ന സ്ഥലത്ത്, ബാക്കിയുള്ളവരുടെ ഹദസ് ലാഹിറാകുന്ന സ്ഥലത്ത് ജമാഅത്ത് സൂറത്തുണ്ടല്ലോ അവിടെ, ആ സൂറത്ത് ലം യൂജദ് ഫിൽ ഖാരിജി, ഖാരിജിൽ എത്തിക്കപ്പെട്ടിട്ടില്ല മായുനാഫിഹ, ആ ജമാഅത്തിന്റെ സൂറത്തിന് എതിരാകുന്ന ഒന്ന് എത്തിക്കപ്പെട്ടിട്ടില്ല. ബി ഖിലാഫിഹി ഹുന, ഇവിടെ അതിനെതിരായിട്ട്, ഇവിടെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നീണ്ടുപോകുന്ന സ്ഥലത്ത് ഫഇന്ന വജൂദ ബഅലിൽ അർബഈൻ ഖാരിജൽ അബ്നിയത്തി നാഫിയ, കാരണം 40 ചില ആൾക്കാര് ഇതിന് പുറത്താകുക എന്ന് പറഞ്ഞാൽ, അഭിനയത്തിന് പുറത്താകുക എന്ന് പറഞ്ഞാല് അത് ജമാഅത്തിന്റെ സൂറത്തിനെതിരാണ്. പിന്നെ അങ്ങനെ പറഞ്ഞു. ഇനി വലൗ ലാസമ അഹ്ലുൽ ഖിയാമി അസ്സഹറ, ഖൈമന്റെ ആൾക്കാർ എന്ത് ചെയ്തു, സഹറായിൽ തന്നെ സ്ഥിരതാമസാക്കി. സഹറാവ് മരുഭൂമി എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നുള്ളൊരു സ്ഥലം, അയാ മഹല്ലൻ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സ്ഥലത്ത് സ്ഥിരതാമസാക്കി. മഹല്ലം മിൻഹ കമാ ബി അസ്ലിഹി, പിന്നെ മഹല്ലം മിനൽ സഹറായി എന്നാണ് മുഹററുള്ളത്. അബദൻ, അവരെന്നും അവിടെ തന്നെ. എന്നാൽ അവർക്ക് വിമർബന്ധമുണ്ടോ? ഇല്ലേ. പല ജുമാഅത്ത് അലൈഹിം ബിൽ അദ്ഹരി, അദ്ഹർ അനുസരിച്ച് അവർക്ക് ജുമയില്ല. ഹൈമ കെട്ടി താമസിക്കുന്നവരാണല്ലോ, അത് നാടൊന്നും അല്ലല്ലോ, അത് പറഞ്ഞ നമ്മള്. പിന്നെ അപ്പൊ അബദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ അവിടുന്ന് പോവുള്ളൂ, അല്ലാതെ പോകില്ല എന്നർത്ഥം. കച്ചവടത്തിന് പോകും തിരിച്ചു വരും, ജോലിക്ക് പോകും തിരിച്ചു വരും, ഇങ്ങനെ തന്നെ. ലിയന്ന ഖബായിലൽ അറബ്, കാരണം അറബികളിൽ നിന്ന് ഒരുപാട് കബീലക്കാർ കാനു ഹൗലൽ മദീന, മദീനക്ക് ചുറ്റും താമസം ഉണ്ടായിരുന്നു. വലം യൗമുറുഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹുദൂരിഹ, അവരോടാരോടും ജുമയ്ക്ക് വരാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടില്ല. അവ ജുമ നിർബന്ധമില്ല എന്നർത്ഥം. വലാ തസിഹു മിൻഹും ബി മഹല്ലിഹിം, അപ്പോ അവർക്ക് ജുമയില്ല എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വരണ്ട, ജുമ നടക്കുന്ന നാട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഇനി അവിടെ ജുമ നടത്തിയാൽ ശരിയാവോ? അതുമില്ല. വലാ തസിഹു മിൻഹും, ജുമ ശരിയാവൂല അവരിൽ നിന്ന് ബി മഹല്ലിയും, അവരുടെ ആ മഹല്ലില് ആ ഖൈമ ടെന്റുകൾ കെട്ടിയ മരുഭൂമിയിലെ ഭാഗം ഉണ്ടല്ലോ. വലൗ സമിഉൻ നിദാഅ മിൻ മഹല്ലിഹാ ബിശുറൂത്തിഹി സാബിഖത്തി ലസിമത്തുഹും ഫീഹി. അപ്പൊ അവിടെ നിദാ കേൾക്കുമെങ്കിലോ, ഇവര് മരുഭൂമിന്റെ ഒരറ്റത്താണ് ഇങ്ങനെ താമസിക്കുന്നത്, കുറച്ച് അപ്പുറത്ത് നാടാണ്, ഒരു കറിയാണ്, ബലതാണ്, അവിടുത്തെ ജുമാന്റെ വാങ്ക് കേൾക്കും, എന്നാ പോണം. വലൗ സമിഉൻ നിദാഅ മിൻ മഹല്ലിഹാ, ജുമാന്റെ മഹലിൽ നിന്ന് ഇവര് നിദാ കേട്ടാൽ
ഏത് ബിശുറൂത്തിഹി സാബിഖത്തി മുമ്പ് പറഞ്ഞ ഷർത്തുകളോടുകൂടെ കേൾക്കുമെങ്കിൽ ലസിമത്തുഹും ഫീഹി അവർക്ക് നിർബന്ധമുണ്ട് ഫീഹി ആ മഹല്ലിൽ ജുമയിൽ എന്താണ് ജുമ നിർബന്ധമുണ്ട് തബഅൻ ലി അഹ്ലിഹി ആ മഹല്ലിന്റെ അഹ്ലുകാരോട് താബിയായിട്ട് നിർബന്ധമുണ്ട്. അപ്പൊ ഇവര് ഹൈമന്റെ അവിടെ ജുമ നിർത്തരുത്, ഇങ്ങോട്ട് വരണം. അമ്മാലോക്കാനോ എന്തൊക്കെയിലൂന പിന്നെ അഹ്വിഷിത്തായി അപ്പോ അബദൻ എന്ന് പറഞ്ഞതിന്റെ മുഹ്തറസ ഹൈമന്റെ അഹ്ലുകാര് സഹറായി ലാസിമാക്കി അബദൻ ലാസിമായില്ല. പിന്നെ അവര് ഷിത്തായില് അവിടുന്ന് വിട്ടുപോകും. ശൈത്യ സമയത്ത് നല്ല തണുപ്പുണ്ടാകുമ്പോൾ അവിടെ താമസിക്കാൻ കഴിയില്ല, അപ്പൊ വേറെ സ്ഥലത്ത് പോയി താമസിക്കും. പല ജുമാഅത്ത് അലൈഹിം ജസ്മൻ അപ്പൊ അവിടെ ഖിലാഫില്ല, അവർക്ക് ജുമ ഇല്ല എന്നുള്ളതിൽ ഖിലാഫില്ല. ഖറജ ബിസ്സഹറാ സഹറാ എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. മാലൗക്കാനത്ത് ഖിയാമുഹും ഫി ഖിലാലിൽ അബ്നിയത്തി ഇവരുടെ ഹൈമ എവിടെയാണ്? ടെന്റുകള് അബ്നിയത്തിന്റെ ഇടയിലാണ്, ബിനാ കെട്ടിടങ്ങളുടെ ഇടയിലാണ്. വഹും മുസ്തൗത്തിനൂന ഇവരാണെങ്കിലോ അവിടെ ഈ ടെന്റ് കെട്ടി സ്ഥിരതാമസക്കാരുമാണ്. അപ്പൊ തൽസമുഹുമുൽ ജുമാഅത്തു അപ്പൊ അവർക്ക് ജുമാ നിർബന്ധമാകുന്നു. മാത്രമല്ല തന്നക്കിദു ബിഹും അവരെ കൊണ്ട് ജുമാ മുന്നക്കിതാകുകയും ചെയ്യും. ലി അന്നഹും ഫി ഖിലാലിൽ അബ്നിയത്തി കാരണം ഇവര് ഈ കെട്ടിടങ്ങളുടെ ഇടയിലാണ്. ഫലാ യുസ്തറത്തു കൗനുഹും ഫി അബ്നിയത്തിൻ അപ്പൊ അവര് കെട്ടിടങ്ങളിൽ താമസിക്കണം എന്നില്ല. മൊത്തം എന്താണ് ആ നാട്ടിലായാൽ മതിയല്ലോ, കെട്ടിടങ്ങളുടെ ഇടയിലായാലും മതി, കെട്ടിടത്തിൽ തന്നെ ആകണമെന്ന് ഷർത്തില്ല. മുസ്തൗത്തിന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് ഈ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ആവശ്യങ്ങൾക്കല്ലാതെ അവിടുന്ന് പോവില്ല. അതാണ് ഇസ്തിത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി മൂന്നാമത്തെ ഷർത്ത് അസ്സാലിസു അല്ല യസ്ബിഖഹ വലാ യുഖാരിനഹ ജുമാഅത്തും ഫീ ബലദിഹ എന്ത് ചെയ്യാ? മുൻകടക്കാതിരിക്കുക. വലാ യുഖാരിനഹ അതിനോട് ഒപ്പമാകുകയും ചെയ്യാതിരിക്കുക, സമയത്തിൽ ഒപ്പമാകുകയും ചെയ്യാതിരിക്കുക. ജുമാഅത്തുനൊരു ജുമാ ഫീ ബൽദത്തിഹ ആ ജുമായുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു ജുമാ ഇതിനേക്കാൾ മുമ്പാകുകയോ ഇതിനോട് ഒപ്പമാകുകയോ ചെയ്യരുത്. ബൽദത്ത് എന്ന് പറഞ്ഞ മസലൻ ഉദാഹരണം പറഞ്ഞതാണ്, കറിയായാലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ വൈൻ അലുമത്ത് ആ ബൽദത്ത് വളരെ അലീമാണെങ്കിലും ശരി, വളരെ വിശാലമാണ്, എന്നാലും മുൻകിടക്കരുത്. ലി അന്നഹു ലം തുഫ്അൽ ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം വലാ ഫീ സമനിൽ ഖുലഫാഇർ റാഷിദീൻ ഇല്ലാ ഫീ മൗലിൻ വാഹിദിൻ കാരണം ആ ജുമുഅ ലം തുഫഅൽ അത് നടത്തപ്പെട്ടിട്ടില്ല ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. വലാ ഫീ സമനിൽ ഖുലഫാഇർ റാഷിദീൻ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തും നടത്തപ്പെട്ടിട്ടില്ല. ഇല്ലാ ഫീ മൗലിൻ വാഹിദിൻ ഒരു സ്ഥലത്തല്ല, ഒരു നാട്ടിൽ ഒരു സ്ഥലത്തേ ഉള്ളൂ. അപ്പൊ അതൊരു സുക്കൂത്തിയായി ഇജ്മാ അല്ലെ ഫെയിലിയായി ഇജ്മാ ആയി നടത്താം. ഹിക്മത്തുഹു ളുഹൂറുൽ ഇജ്തിമാഇൽ മഖ്സൂദി ഫീഹാ ഇതിന്റെ ഹിക്മത്ത് ഏതിന്റെ? ഒരു സ്ഥലത്ത് മാത്രം നടത്തുക എന്നതിന്റെ ഹിക്മത്ത് ളുഹൂറുൽ ഇജ്തിമായി ഇജ്തിമാഇ ലാഹിറാകുക എന്നുള്ളതാ. അൽ മഖ്സൂദി ഫീഹാ ജുമായിൽ മഖ്സൂദായ ഇജ്തിമായി ഉമ്മത്തിന്റെ അഫറാദുകൾ എന്താണ്? ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, ഐക്യത്തിലാകുക എന്നുള്ള ആ പറഞ്ഞ ആ ഇജ്തിമായി ജനങ്ങൾക്ക് ലാഹിറാകണം, അതാണ്. പിന്നെ ഇല്ലായിക കബുറത്ത് വസുറജിത്തിമാഴും ഇനി തഅദ്ദുദ് പറ്റുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്, അതിന്റെ കാരണം പറയുന്നത്. പിന്നെ അതാ ഒരു മുമ്പ് മുൻകടക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നാട്ടിലൊരു ജുമയെ പറ്റുള്ളൂ. ഇല്ലായിക കബുറത്ത് ആ നാട് വലുതായാലൊഴികെ. വലുതാക്കുക എന്ന് പറഞ്ഞത് ദക്കറഹു ഈലാഹൻ അത് ഈലാഹാക്കിയിട്ട് പറഞ്ഞതാ. വലുതാവുമ്പോ പ്രയാസം ഉണ്ടാവും, എല്ലാ ഭാഗത്തുനിന്നും ആ ഒരു സ്ഥലത്തേക്ക് ജുമയ്ക്ക് എത്തല് പ്രയാസം ഉണ്ടാവും എന്ന നിലക്ക് പറഞ്ഞതാണ്. അതെന്തുകൊണ്ടാ? അലാ അന്നൽ മദാറ എന്തിന്റെ മേലെടുത്തിട്ട് ഇത് ഇലാഹിന് വേണ്ടി പറഞ്ഞതാണെന്ന് അടിസ്ഥാനം ഇവിടെ ഇന്നമാഹു അല കൗലിഹി മുസന്നിഫിന്റെ ശേഷം പറയുന്ന കൗലിന്റെ മേലാണ് അടിസ്ഥാനം. എന്താണ് കൗല്? വാസുറജിത്തിമാഴുഹും എന്ന് പറഞ്ഞതിന്റെ മേലാണ്. അപ്പൊ ഈ ബൽദത്ത് വലുതാകണമെന്നില്ല, അത് ചെറുതായാലും
ഒരുമിച്ച് കൂടൽ പ്രയാസമാകുക എന്നുള്ളതാണ്. യഖീനൻ ഉറപ്പായിട്ടും എന്താകണം, പ്രയാസം ഉണ്ടാകണം. അപ്പോൾ എന്നൊന്നും പോരാ, ഇഹ്തിമാലൊന്നും പോരാ, പ്രയാസം ഉണ്ട് എന്നുള്ള ഉറപ്പാകണം. പിന്നെ വസിയാഖുഹു യഹ്തമിലു അന്ന ദമീറ ഇജ്തിമാഉഹും എന്ന് പറഞ്ഞതിന്റെ ദമീർ ലി അഹ്ലിൽ ബലദി, അഹ്ലുൽ അതിലേക്കാണ് മടങ്ങുന്നത് എന്ന് സിയാക്ക് തേടുന്നു എന്നാ. സിയാക്ക് സാധ്യത അങ്ങനെയാണ്. അശാമിലി. അപ്പൊ ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറഞ്ഞാൽ ആരൊരുമിച്ച് കൂടുകയെന്നാ? ആ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുകയെന്നാ? നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം ഉണ്ടാവുമോ? പ്രയാസാകാതിരിക്കുമോ? അതാ പറഞ്ഞല്ലേ അഹ്ലുൽ ബലദി. അഹ്ലുൽ ബലദ് നാട്ടുകാരെല്ലാവർക്കും ഒരുമിച്ച് കൂട്ടാന് പ്രയാസമായാൽ തഅദ്ദുദാകാം എന്ന് പറഞ്ഞാല് ലിമൻ തൽസമുഹു വലിമൻ ല. ജുമാ നിർബന്ധമുള്ളവർക്കും നിർബന്ധം ഇല്ലാത്തവരെയും ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഒരു നാട്ടിലെ എന്താണ്, പുരുഷന്മാര് ബാലികങ്ങൾ മാത്രമല്ല, കുട്ടികളും സ്ത്രീകളും രോഗികളും യാത്രക്കാരും ഇവരെല്ലാം ജുമാ നിർബന്ധമില്ലാത്തവരല്ലേ. ഇവരെല്ലാരും കൂടി എന്താണ് ഒരുമിച്ച് കൂടൽ പ്രയാസമായാല് അപ്പൊ വേറെ ജുമാ ആകാം എന്ന് വരും. അതിന് ഇഹ്തിമാലുണ്ട്. അന്നഹു എന്ന പോലെ വേറെ ഇഹ്തിമാൽ, ആ ദമീർ ലിമൻ തന്നഖിദു ബിഹി ലാ ഗൈറു, ജുമാ മുന്നഖിദാകുന്ന ആൾക്ക് മാത്രമാണ്, അല്ലാത്തവർക്കല്ല. അപ്പൊ ജുമാ നിർബന്ധമാകുന്നവരുമില്ല, അതിനേക്കാളിലും കുറഞ്ഞല്ലോ. മുഖീമീങ്ങൾക്കൊക്കെ ജുമാ നിർബന്ധമാവും, പക്ഷെ അവരെ മുത്തവത്തിനീങ്ങളെ കൊണ്ടല്ലേ മുന്നഖിദാവുള്ളൂ. അപ്പൊ അങ്ങനത്തെവരെ ആ കാമിലീങ്ങൾ മാത്രമേ വിടുള്ളൂ. അങ്ങനെ അവരെ മാത്രം കൂട്ടിയാൽ പല സ്ഥലത്തും എന്താണ് തഅദ്ദുദിന് വകുപ്പുണ്ടാവില്ല. ഇപ്പൊ കിലാഹുമാ ബഈദുൻ, ഈ രണ്ടും പറഞ്ഞിട്ട് അത് രണ്ടും ബഈദാണ്. വല്ലദീ യത്തജിഹു, അവിടെ ന്യായമായത് റാജിഹ് ഏതാ? ഇഅ്തിബാറു മൻ യഗ്ലിബു ഫിഅലുഹും ലഹാ ആദത്തൻ, ഒരാളെ പരിഗണിക്കലാണ്. മൻ യഗ്ലിബു ഫിഅലുഹും, അവര് നിർവഹിക്കും എന്ന് എന്താണ് ഗാലിബാണ്. യഗ്ലിബു ഫിഅലു, അവര് അധികം ജുമസ്കരിക്കാറുണ്ട്, ഇടക്കൊക്കെ ജുമസ്കരിക്കാതിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ നാട്ടിലൊക്കെ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ജുമയെ നിർവഹിക്കൽ ആദത്തൻ പതിവനുസരിച്ച് ഗാലിബായ ആൾക്കാർ, അങ്ങനത്തെ കൂട്ടല. അപ്പൊ കുട്ടികളും എല്ലാം പെടും. കുട്ടികൾ ജുമക്ക് ഗാലിബും വരുന്ന കുറെ കുട്ടികളുണ്ടാവുമല്ലോ, അവരെല്ലാരും കൂടെ കൂട്ടിയിട്ട്. പിന്നെ അന്ന ലാബിത്തൽ ഉസ്രി, പ്രയാസമാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അയ്യക്കൂന ബീഹിം മശക്കത്തുൻ ലാ തുഹ്തമലു ആദത്തൻ, പിന്നെ സാധാരണയിൽ സഹിക്കാത്ത പ്രയാസം ഉണ്ടായിരിക്കുക എന്നാണ് ആ ഉസ്റിന്റെ ലാബിത്ത്. അപ്പൊ അത് ഉറപ്പാകണം. എങ്ങനെ? ഫീ മക്കാനിൻ എന്നാണ്. അസുറ ഇജ്തിമാഉഹും ഇല്ലാ കബുറത്ത് അസുറ ഇജ്തിമാഉഹും ഫീ മക്കാനിൻ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ പ്രയാസമായാലൊഴികെ. അപ്പൊ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ പ്രയാസം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് പള്ളിയൊന്നും ആകണമെന്നില്ല. അതാ മക്കാനിൻ വാഹിദിൻ മിൻഹ, ആ ബൽദത്തിൽ നിന്നുള്ള ഒരു സ്ഥലത്ത്, വല ഉയറ മസ്ജിദിന്, അത് പള്ളി അല്ലാത്തതാണെങ്കിലും എന്നാ. പിന്നെ അപ്പോ സാധാരണ എന്താണ്, ഗാലിബ് ജുമാ നിസ്കരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു സ്ഥലമില്ല. പിന്നെ അവിടെ ഇപ്പൊ ഒന്നിലധികം മഹല്ല് ജുമാ നടക്കുന്ന ടൗണുകളൊക്കെ നോക്കിയാൽ വലിയ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാവും അവിടെ, അല്ലേ? അപ്പോ അവിടെ സ്റ്റേഡിയം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വലിയ കളിസ്ഥലമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട്, അല്ലെങ്കിൽ പുറമ്പോക്ക് ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ തഅദ്ദുദുൽ ജുമാ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. കടപ്പുറത്തൂടെ ഒക്കെ ഇങ്ങനെ പോയാല് മഹല്ല് പള്ളിയൊക്കെ ഉള്ളിടത്ത് കടപ്പുറത്തൊക്കെ വിശാലമായ സ്ഥലം ഉണ്ടാവില്ലേ? കടപ്പുറത്ത് അങ്ങ് അഭിനയത്തിന്റെ പുറത്തല്ല, അഭിനയത്തിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ല, ആദത്തനുസരിച്ച് ജുമാ നടത്തുന്ന ഒരു സ്ഥലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അത് പള്ളിയാണെങ്കിൽ പള്ളി, പള്ളി അല്ലെങ്കിൽ അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരുമിച്ച് കൂടാൻ പ്രയാസമുണ്ടോ എന്നാ വേറെ തഅദ്ദുദാകാം. അങ്ങനെയാണ് മസല. ഫതജൂസു സിയാദത്തു ബിഹസബിൽ ഹാജത്തി, അപ്പോൾ സിയാദത്ത് പറ്റും ആവശ്യത്തിനനുസരിച്ച്, ലാഗൈറു ആവശ്യമില്ലാതെ പറ്റൂല. പിന്നെ ഖാലഫിൽ അൻവാരി,
ഇമാം അർദബീലി റഹിമഹുല്ലാഹ് അൻവാറിൽ പറഞ്ഞു ഔ ബഅദത്ത അത്റാഫുൽ ബലദി ഔ കാന ബൈനഹും ഖിതാലുൻ, ഒന്നിലിങ്ങനെ ഒരുമിച്ച് കൂടാൻ പ്രയാസമായി എന്ന് പറഞ്ഞു. അപ്പൊ ആളെ ഉൾക്കൊള്ളാത്തത് കൊണ്ടുള്ള പ്രയാസമാണ് പറഞ്ഞത്, അതാ പറഞ്ഞത്, അല്ലാതെ ഇങ്ങോട്ട് എത്താനുള്ള പ്രയാസമല്ല. അതുകൊണ്ടാണ് അൻവാർ പറഞ്ഞ എന്ത് ചെയ്തു, അതിന്റെ മേൽ ഉദ്ധരിച്ച് അത്ഫി ചെയ്യുന്നത്. നാടിന്റെ അതിർത്തികൾ വളരെ ദൂരത്താണ്, അപ്പൊ വലിയ നാടാണ് അർത്ഥം. പിന്നെ അത് കെബുറത്ത് എന്ന് പറഞ്ഞാൽ പെടുത്താം. ഔ കാന ബൈനഹും ഖിതാലുൻ, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഇടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല. പിന്നെ വല്ലപോലെ മുഹത്തമലുൻ, പിന്നെ ഇങ്ങനെ ഇമാം അർദബീലി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയാം. അതില് അപ്പൊ രണ്ടെണ്ണം പറഞ്ഞല്ലോ ഇമാം അർദബീലി. ഔബാദത്ത് അത്റാഫുൽ ബലദി എന്ന് ഒന്നാമത് പറഞ്ഞ മുഹത്തമലുൻ, അത് ഇഹ്തിമാലുള്ളതാണ്. ഇൻകാനൽ ബഈദു മിൻ മഹല്ലിൻ ലാ യുസ്മഉ മിൻഹു നിദാഉഹ ബിശുറൂത്തിഹി സാബിഖത്തി, നേരത്തെ ആ നിദാ കേൾക്കാൻ പറഞ്ഞ ഷർത്തുണ്ടല്ലോ, ആ ഷർത്തോടുകൂടെ പിന്നെ ഈ നാട്ടിലെ ആ ജുമാന്റെ ബാങ്ക് നിദാഉ, ആ ജുമാന്റെ ബാങ്ക് അവിടെ നിന്ന് കേൾക്കൂല. അങ്ങനത്തെ ഒരു മഹല്ലാണ് എങ്കിൽ അത് ശരിയാണ്. അപ്പൊ ജുമാന്റെ ഭാഗം അങ്ങോട്ട് കേൾക്കാത്ത അത്രയും ദൂരാണ് ഈ മഹല്ല്, ഈ ബലദ്. എന്നാ പിന്നെന്താക്കാ, അവിടെ വേറൊരു ജുമാ തുടങ്ങാം, കുഴപ്പമില്ല. അപ്പൊ ലാഹിറുൻ ഇൻകാന ബി മഹല്ലിൻ ലൗ ഖറജ മിൻഹു അഖ്ബൽ ഫജ്രി ലം യുദ്രിക്ഹ, അങ്ങനെ ഇഹ്തിമാലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ലാഹിർ അതല്ല, ലാഹിർ ഇൻകാന ബി മഹല്ലിൻ, ആ ബഈദ് ഒരു സ്ഥലത്താ. ലോ ഖറജ മിൻഹു, അവിടുന്ന് അയാൾ പുറപ്പെട്ടാൽ അഖ്ബൽ ഫജ്രി, ഫജ്റിന്റെ ഉടനെ പുറപ്പെട്ടാൽ ലം യുദ്രിക്ഹ, ഈ ജുമാ കിട്ടൂല. എന്നാൽ ലിഅന്നഹു ലാ യൽസമുഹു സഈ ഇലൈഹ ഇല്ലാ ബഅദൽ ഫജ്രി, അങ്ങനെ പറയാൻ കാരണം എന്താ, ലാഹിർ അതാണെന്ന് പറയാൻ കാരണം ഇയാൾക്ക് സഈ നിർബന്ധമല്ല, ജുമയ്ക്ക് വേണ്ടി പോരല് നിർബന്ധമില്ല, ഇലൈഹ ജുമയിലേക്ക് പുറപ്പെടൽ നിർബന്ധമില്ല, ഇല്ല ബഅദൽ ഫജ്ർ, ഫജ്റിന്റെ ശേഷം എല്ലാ നിർബന്ധമില്ല കമാമറ. ഫഹീനൈദിൻ, അങ്ങനെ ആവുമ്പോ ഫൈനിജിത്തമാ മിൻ അഹ്ലിൽ മഹല്ലിൽ ബഈദി കദാലിക അർബഊൻ, ഈ ബഈദായ മഹലിന്റെ അഹ്ലുകാരിൽ നിന്ന് 40 ആൾക്കാർ ഒരുമിച്ച് കൂടിയാൽ സല്ലഉൽ ജുമഅത്ത, അവരവിടെ ജുമ നിസ്കരിക്കണം. ഇല്ല വല്ലുഹ്റ, ആ നാട്ടിൽ 40 ആളില്ലെങ്കിലോ ഇങ്ങോട്ട് വരാൻ പ്രയാസമല്ലേ, അപ്പൊ അവിടെ നിസ്കരിക്കണം. അങ്ങനെ പിന്നെ അപ്പൊ ഒരു നാട്ടിൽ തന്നെ ആ മഹല്ല് എന്താണ് മാറിയനുസരിച്ച് 2 ജുമയായി നടത്താം. ഇനി അതായത് ഫജ്റിന്റെ ഉടനെ പുറപ്പെട്ടാൽ ഇങ്ങോട്ട് എത്തൂല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് 40 ആളിന്റെ അവർ വേറെ ജുമ നിസ്കരിക്കണം, ഇല്ല നിസ്കരിക്കണം. വസാനി ലാഹിറുൻ ഐലൻ, പിന്നെ അപ്പോ ഇമാം അർദബീലി റഹിമഹുല്ലാഹ് 2 എണ്ണം പറഞ്ഞല്ലോ. ഒന്ന് പറഞ്ഞ ബഅദത്തു അത്റാഫുൽ ബലദ്, 2 പറഞ്ഞ ഔ കാന ബൈനഹും ഖിതാലുൻ, അതും ലാഹിർ തന്നെയാണ്. അക്കാരണത്തിനും തഅദ്ദുദുൽ ജുമയാകാം. ഇപ്പൊ കുല്ലു ഫിയത്തിൻ ബലഗത്ത് 40, അപ്പോ ഈ നാട്ടിലെ ഓരോ പാർട്ടിക്കാരും ഓരോ സംഘടനക്കാരും 40 ആളെത്തിയാൽ തൽസമുഹ ഇഖാമത്തുൽ ജുമഅത്തി, ജുമ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നാ. പിന്നെ വഖീല ലാ തുസ്തസ്നാ ഹാദിഹി സൂറത്തു, വഖീല ഇൻ ഹാല നഹറുൻ അലീമുൻ ബൈന ശിഖൈഹാ കാനാ കബലദൈനി, വഖീല ഇൻ കാനത്ത് ഖുറാ വത്തസലത്ത് തഅദ്ദദത്തിൽ ജുമഅത്തു ബിഅദദിഹാ, എന്നിങ്ങനെ എന്താണ് ആ മസലയിലെ ഖിലാഫുകളാ പറയുന്നത്. വഖീല ഇനി പറഞ്ഞ് ലാ തുസ്തസ്നാ ഹാദിഹി സൂറത്തു, ഈ സൂറത്ത് ഇസ്തിസ്ന ചെയ്യൂല. തുതഹമ്മലുൽ മശഖത്തു, മശഖത്ത് എന്താകണം, സഹിക്കണം. എന്താ ലിമാ തഖററ, മുമ്പ് പറഞ്ഞതുകൊണ്ട്, അന്നഹാലം തതഅദ്ദദ് ഫി സമനിൽ അവ്വലി, ഒന്നാമത്തെ ആദ്യകാലങ്ങളിൽ അത് തഅദ്ദുദായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് ഇജ്തിമായ പ്രയാസമായാല്, അതാണ് ഹാദിഹി സൂറത്ത് എന്ന് പറഞ്ഞത്. ആ മത്തലിൽ പറഞ്ഞ ഇജ്തിമായ പ്രയാസമുള്ള സ്ഥലം അവിടെ തഅദ്ദുദ് പറ്റൂല, പ്രയാസം സഹിച്ചോണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാവിന്റെയും കാലത്ത് ഒരു സ്ഥലത്തെ ജുമ ഉണ്ടായിട്ടുള്ളൂ. വമിൻ സമ്മ അത്താല സുബ്കിയു, ഈ സമനുൽ അവ്വലിൽ തഅദ്ദുദായില്ല എന്നതിനാൽ ഇമാം സുബ്കി റഹിമഹുല്ലാഹ് നീട്ടി പറഞ്ഞു. ഫില്ലിന്തിസാരി ലഹു, ഈ ഖൗലിനെ സഹായിക്കുന്നതിൽ നീട്ടി പറഞ്ഞിട്ടുണ്ട്. നഖലൻ വ ദലീലൻ, എന്താണ് പറഞ്ഞത്, നഖലും പറഞ്ഞു, അയിമ്മത്തിന്റെ നഖൽ, ഇത് പറ്റൂല എന്ന് അയിമ്മത്ത് പറഞ്ഞതും പറഞ്ഞു. വ ദലീലൻ, അതിന്റെ തെളിവുകൾ ആയത്തും ഹദീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വഖാല
എന്നിട്ട് ഇമാം സുബ്കി റഹിമഹുല്ലാഹ് പറഞ്ഞു ഇന്നഹു ഖൗലു അക്സറിൽ ഉലമായി, ഇത് പറ്റൂല, മശക്കത്ത് സഹിച്ചോണം എന്നതാണ് അക്സറുൽ ഉലമാന്റെ ഖൗല്. വലാ യുഹ്ഫദു അൻ സഹാബിയിൻ, ഒരു സഹാബിയെ തൊട്ടും എന്താണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വലാ യുഹ്ഫദു അൻ സഹാബിയിൻ, ഒരു സഹാബിയെ തൊട്ടും വലാ താബിഈൻ, ഒരു താബിഈനെ തൊട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. തജ്വീസു തഅദ്ദുദിഹ, ജുമാ തഅദ്ദുദാകൽ ജായിസാണ് എന്ന് പറഞ്ഞ അഭിപ്രായം. വലം തസലിന്നാസു അലാ ദാലിക, ജുമാ തഅദ്ദുദാകാൻ പാടില്ല എന്ന അവസ്ഥയിലായിരുന്നു, എന്ന അഭിപ്രായത്തിന്റെ മേലായിരുന്നു ജനങ്ങൾ. ഏതുവരെ? ഇലാ അന്ന ഹദസൽ മഹ്ദിയു, മഹ്ദി എന്ന് പറഞ്ഞ ഭരണാധികാരി ബി ബഗ്ദാദ്, ബഗ്ദാദിൽ ഉണ്ടാക്കുന്നത് വരെ ജാമിഅൻ ആഖർ, രണ്ടാമതൊരു ജുമാഅത്ത് പള്ളി ഉണ്ടാക്കി. അപ്പൊ ബഗ്ദാദിൽ ആദ്യകാലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു ജുമാ തുടങ്ങി. അക്കാലം വരെ എന്തായിരുന്നു? തഅദ്ദുദുൽ ജുമാ ഇല്ല. അപ്പൊ അന്നാണ് അത് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പിന്നെ വഖീല ഇൻ ഹാല നഹ്റുൻ അലീമുൻ ബൈന ശിഖൈഹ കാന കബലദൈനി, അല്ല ഒരു നാട്ടിൽ തന്നെ നടുവിലൂടെ എന്തുണ്ട്? വലിയൊരു നദിയുണ്ട്, അലീമായ നദിയാണ്. എന്നാൽ അതിന്റെ അപ്പുറം രണ്ട് ജുമാകാന്ന് പറയുന്നുണ്ട്, രണ്ട് നാട് പോലെയാണ്. ഇതിൽ ഇൻ ഹാല നെഹ്റുൻ, ഒരു നദി എന്താണ് മറയായാൽ, അലീമായ നെഹ്റ്, യുഹ്വിജു ഇലാ സിബാഹത്തിന്, അലീമായത് എന്ന് പറഞ്ഞാല് ചെറിയ തോടാണെങ്കിൽ അങ്ങോട്ട് നടന്നിറങ്ങാൻ പറ്റും, അതല്ല അപ്പുറത്തിറങ്ങണമെങ്കിൽ നീന്തി പോണം, അതാണ് അലീമു എന്ന് പറഞ്ഞാൽ. ബൈന ശിഖൈഹ, അപ്പോ നടന്നിട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ അലീമായ നെഹ്റല്ല. ആൾക്കാർക്ക് ജുമാക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് അതിന്റെ ഈ കൂടി ഇറങ്ങി നടന്നങ്ങ് പോയാൽ മതിയല്ലോ. അപ്പൊ അതല്ല എന്നർത്ഥം. രണ്ട് ഷിക്കിന്റെ ഇടയില് അലീമായ നെഹ്റ്. ഏത് രണ്ട് ഷിക്കിന്റെ ഇടയിൽ? ആ ജുമാ ഷിക്കൈഹ എന്ന് പറഞ്ഞ ബൽദത്ത്, ആ നാടിന്റെ രണ്ടു വശം, അതിന്റെ ഇടയിൽ നടുവിലായിട്ടൊരു വലിയ നെഹ്റ്. ഹാല എന്ന് പറഞ്ഞാല് മറയായാൽ എന്നാണ്, ഹാല യഹൂലു എന്ന് പറയും. പിന്നെ കാന കബലദൈനി, അപ്പൊ ആ രണ്ട് ഷിക്ക്, രണ്ടു വശം രണ്ട് നാട് പോലെയാണ്. ഫലായുഖാമു ഫി കുല്ലി ഷിക്കിൻ അക്സറു മിൻ ജുമാഅത്തിൻ, അപ്പൊ രണ്ട് നാട് പോലെ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലൊരു ജുമയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഓരോ ഷിക്കിലും എന്താണ്? ഒന്നിലധികം ജുമ പാടില്ല എന്ന് പറഞ്ഞു. വഅത്തറലഹു ഷെയ്ഖ് അബൂ ഹാമിദ്, ഷെയ്ഖ് അബൂ ഹാമിദ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാഹ് ഇതിനെ ഇത്റാൽ ചെയ്തു. ഈ ഖീലെ ബിഅന്നഹു യൽസമുഹു ജവാസു ഖസ്രി മൻ ദഖല മിൻ അഹദിഹിമാ ഇലൽ ആഖരി ബിഖസ്ദി സഫരി ഫൽതസമഹു ഖായിലുഹു. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് നാട് പോലെ എന്ന് പറയുമ്പോ ബിഅന്നഹു യൽസമുഹു, ആ പറഞ്ഞ ഖായിലിന് ലാസിമാകും. എന്ത് ലാസിമാകും? ജവാസു ഖസ്രി മൻ, ഒരാളിന് കസറാക്കൽ ജായിസാണ് എന്നത് ലാസിമാകും, അയാൾ പറയേണ്ടി വരും എന്നർത്ഥം. എങ്ങനത്തെ ഒരാളാ? ദഖല, ആ ആള് കടന്നിട്ടുണ്ട്. പിന്നെ അഹദിഹിമായി, ഈ രണ്ട് ഷിക്കിൽ നിന്ന് രണ്ടിൽ ഒന്നിൽ നിന്ന് കടന്നിട്ടുണ്ട്. ഇലൽ ആഖരി, മറ്റേ ഷിക്കിലേക്ക് കടന്നിട്ടുണ്ട്. ഈ നദി വിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥം. ബി ഖസ്ദി സഫരി, യാത്ര ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അപ്പുറത്തെത്തിയാൽ എന്താക്കാം? ഖസർ ജായിസാകും എന്ന് പറയേണ്ടി വരൂലേ ഈ പറഞ്ഞ ആള്, രണ്ട് നാട് പോലെ എന്ന് പറയുന്ന ആള് എന്ന് ഇത്രാൾ ചെയ്തു. അപ്പൊ ആ കായിൽ എന്താക്കി? വൽതസമഹു കായിലുഹു, ഈ കീല പറഞ്ഞ കായിൽ അതിനെ ഏറ്റെടുത്തു, അതേ ജായിസാവുന്നവർ പറയുകയും ചെയ്തു. പിന്നെ വക്കീല ഇഞ്ഞൊരഭിപ്രായം, ഇൻകാനത്ത് ഖുറ മുത്തഫാസില, ഉണ്ടായിരുന്നു കറിയകൾ, മുത്തഫാസിലത്തൻ വിട്ടുവിട്ട് അകന്നകന്ന് നിന്ന ഫസിലായിരുന്ന കറിയകൾ ഉണ്ടായിരുന്നു 10 സ്ഥലത്ത്. പിന്നെ അതെന്താക്കി? മുത്തസിലത്തായി മാറത്തുഹ, അങ്ങനെയാണ്. അതിങ്ങനെ വികസിച്ച് അങ്ങാടിയൊക്കെ വികസിച്ച് പിന്നെ വീടുകളൊക്കെ ഉണ്ടാക്കി എന്തായി? കറിയ മുത്തസിലായി. അതിന്റെ സൈഡിലേക്കൊക്കെ വീടുണ്ടാക്കി അപ്പുറത്തെ കറിയന്റെ അവിടം വരെ എത്തി. തഅദ്ദദത്തിൽ ജുമഅത്തു, എന്നാൽ ജുമഅ തഅദ്ദുദാകാം ബിഅദദിഹ, പഴയ കറിയന്റെ എണ്ണത്തിനനുസരിച്ച്. ഐ തിൽക്കൽ ഖുറ, കറിയകളുടെ എണ്ണത്തിനനുസരിച്ച്. ഇപ്പോഴത്തെ ഇത്തിസാല് നോക്കൂല എന്നർത്ഥം. ഇസ്തിസ്ഹാബൻ ലി ഹുക്മി ഹല്ലവലി, അതിന്റെ ആ കറിയകളുടെ ആദ്യത്തെ ഹുക്കുമിനെ നിലനിർത്തിയതിന് വേണ്ടി. അല്ല ഇത് മുത്തസിലായോണ്ട് ഇനി ഒരു ജുമ എല്ലായിടത്തും കൂടി പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഇനി വലൗ സബഖഹ ജുമഅത്തുൻ ഫസ്സഹീഹത്തു സാബിഖത്തു, ഇങ്ങനെ ഒരു ജുമാ ഇനി മുൻകടന്നാൽ ഏതാണ് സഹീഹായ ജുമാ എന്നാ പറയുന്നത്?